ജെഎസ് നേച്ചറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ കാന്താരി അല്ലെങ്കിൽ പച്ചമുളകൊക്കെ നിറഞ്ഞ് ഇതുപോലെ തിങ്ങി വളരാനുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു 2 ടിപ്സുമായിട്ടാണ് ജെഎസ് നേച്ചറിന്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ജെഎസ് നേച്ചർ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാന്താരിയൊക്കെ വളർന്ന് വലുതായി ഈ ഒരു പരിഭവമാവുന്നത് വരെ ഒരു പ്രശ്നവും കൂടാതെ മുരടിപ്പൊന്നും ഇല്ലാതെ വളരാനുള്ള ഒരു ടിപ്സ് നമ്മൾ ഈ ഒരു വീഡിയോൻ്റെ തൊട്ട് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ നട്ടിട്ടുള്ളത് 3 കാന്താരി മുളകാണ്. വൈറ്റ് കാന്താരി മുളക് 3 ഗ്രോ ബാഗിലായിട്ടാണ് 3 തൈ നട്ടിട്ടുള്ളത്. അതിൽ നിന്നും ഒരു തൈയിൽ ഇതാ ഇതുപോലത്തെ നിറയെ കായ്കൾ ഉണ്ടായിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്തു കൊടുത്ത ആ ഒരു 2 ടിപ്സാണ് ഇനി നമ്മൾ ഈ 2 പ്ലാന്റിനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു 2 പ്ലാന്റിനാണ് നമ്മൾ ആ ഒരു 2 ടിപ്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. മുമ്പ് ഈ ഒരു മൂന്നാമത്തെ ഈ ഒരു ആദ്യം വെച്ച പ്ലാന്റാണ് ഇപ്പോൾ നിറഞ്ഞ് ഇതുപോലെ നല്ല കാന്താരി വൈറ്റ് കാന്താരി നിറയെ ആ ഒരു മുളക് മരത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ ഇനി ഈ 2 മരങ്ങൾക്ക് നമ്മൾ ഈ ഒരു ടിപ്സ് 2 ചെയ്ത് കൊടുക്കുകയാണ്. അതാണ് ഇവിടെ നിങ്ങൾക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് ലിക്വിഡ് ഫെർട്ടിലൈസർ ലിക്വിഡ് രീതിയിലുള്ള വളപ്രയോഗം, മറ്റേതൊന്ന് ലിക്വിഡ് സ്പ്രേയുമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒഴിവാക്കിയ കഞ്ഞിവെള്ളം ഒരു പാത്രത്തിനകത്തേക്ക് പാർന്ന് വെച്ചാൽ മതി. അതിനുശേഷം നമ്മളത് അതിനകത്തേക്ക് വീട്ടിൽ ഒഴിവാക്കുന്ന പഴത്തിൻ്റെ തൊലിയൊക്കെ ഇട്ട് കൊടുക്കുക. പഴത്തിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് ഫ്ലവർ ചെയ്യാനൊക്കെ നന്നായിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു ബക്കറ്റിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 2 കൈപ്പിടിയോളം വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്കാണ് ഒരു 2 കൈപ്പിടിയോളം ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു പച്ച കാണുന്നത് നമ്മൾ ഈ അസോളയാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഗപ്പി ടാങ്കിനകത്ത് നിന്ന് നമ്മൾ എടുക്കുന്ന ആഴ്ചതോറും ഈ ഒരു ഗപ്പി ടാങ്ക് ഇതുപോലെ അസോള കൊണ്ട് നിറയും. അപ്പോൾ അതിൽ നിന്ന് നമ്മളിങ്ങനെ മാറ്റി ഇട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു ബക്കറ്റിനകത്തേക്ക്. അപ്പോൾ അസോളൊക്കെ നന്നായിട്ട് വളരും. ചെടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള നൈട്രജൻ ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് അസോള. അപ്പോൾ ഈ ഒരു ലിക്വിഡ് നമ്മൾ ഒരു 4-5 ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കണം. ഒരു നന്നായിട്ട് ഈ ഒരു വേപ്പിൻ പിണ്ണാക്കൊക്കെ അതിൽ ദ്രവിച്ച് ചേരുന്ന രൂപത്തിലായതിനു ശേഷം മാത്രമേ നമ്മൾ എടുക്കാവൂ. അപ്പോൾ അത് നമ്മൾ ഒരാഴ്ച എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അത് എടുത്ത് ഒരു ലിറ്റർ നമ്മൾ ആ ഒരു ലിക്വിഡ് എടുത്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഒരു ബക്കറ്റിനകത്തേക്ക് മാറ്റി ഒരു ലിറ്റർ നമ്മൾ ശേഖരിച്ച് വെച്ചതിന് ശേഷം അതൊരു ബക്കറ്റിന് അകത്തേക്ക് മാറ്റിയിട്ട് അതിലൊരു 5-6 ലിറ്റർ കൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്യണം. ഒരു ലിക്വിഡ് ഇതുപോലെ നമ്മൾ ചെടിക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് ഒരു 4-5 ദിവസം കഴിഞ്ഞ് എടുക്കുന്ന സമയത്ത് ചെറിയൊരു സ്മെല്ലൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നേരിട്ട് കൈകൊണ്ട് തൊടാതിരിക്കുക, നേരിട്ട് കൈകൊണ്ട് ഇളക്കി കൊടുക്കാതിരിക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു ബക്കറ്റിനകത്തേക്ക് 1 ലിറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു 4-5 ലിറ്ററോളം നമ്മൾ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. ഈ ഒരു ലിക്വിഡ് 1 ലിറ്റർ വീതം നമ്മൾ ഓരോ പ്ലാന്റിനും ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 ലിറ്റർ വീതം നമുക്ക് ഈ ഒരു കാന്താരി മുളകിനോ അല്ലെങ്കിൽ ഈ സാധാ ഗ്രീൻ ചില്ലിക്കൊക്കെ നമ്മൾ ഗ്രോ ബാഗിനകത്തേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബ്രാഞ്ചസ് ഒക്കെ വന്ന് നല്ല രീതിയിൽ മൂത്ത് നിൽക്കുന്ന ആ ഒരു 2 പ്ലാന്റിന് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. 2 പ്ലാന്റിന് മാത്രമല്ല നമ്മൾ ആ ഒരു പൂത്ത് നിൽക്കുന്ന ആ ഒരു മുളകിൻ്റെ തൈനും ഈ ഒരു ലിക്വിഡ് ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് സ്പ്രേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഒരു നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന തൈര് എടുക്കാം. 1 ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു 2 സ്പൂണോളം തൈര് നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഒരു ബോട്ടിലിനകത്തേക്ക് മാറ്റിയിട്ട് നമ്മുടെ പാൽക്കായം നമ്മളെ ഷോപ്പിൽ നിന്നൊക്കെ ഗ്രോസറി ഷോപ്പിൽ നിന്ന് കിട്ടും. ഏകദേശം 10-15 രൂപ കൊടുത്താൽ കിട്ടുന്ന പാൽക്കായം ഉപയോഗിച്ച് നമുക്ക് അതിൽ ലയിപ്പിക്കണം. ഈ ഒരു വെള്ളത്തിൽ ലയിപ്പിക്കണം. അപ്പോൾ നേരിട്ട് ഇതിന് ഇട്ട് കൊടുത്തതിൻ്റെ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് നന്നായിട്ട് ലയിച്ച് ചേരുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെള്ളം നേരെ നമ്മുടെ സ്പ്രേ ബോട്ടിലിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു കായം ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായി ഷെയ്ക്ക് ചെയ്താൽ പെട്ടെന്ന് ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു ചേരും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ ഒരു മുളകിൻ്റെ ചെടികളിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് മുളകിൻ്റെ ഇലകളിൽ ഇതുപോലെ നന്നായിട്ട് വളർന്നിട്ടുള്ള പ്ലാന്റ് ഇതുവരെ പൂവിട്ടിട്ടില്ല എങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് എന്തായാലും അതിന് നിറയെ പൂവുണ്ടാവുകയും അതുപോലെ തന്നെ ആ പൂവെല്ലാം നന്നായിട്ട് കായ പിടിക്കുകയും ചെയ്യും. ഈ ഒരു തൈര് 1 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് 2 സ്പൂൺ തൈര് അതുപോലെ തന്നെ കായത്തിൻ്റെ ഒരു ചെറിയതും കൂടി ഇട്ടിട്ട് ലയിപ്പിച്ച് ഇതുപോലെ നമ്മുടെ ഈ ഒരു മുളകിൻ്റെയോ കാന്താരിയുടെയൊക്കെ ഇലകളിൽ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അത് പൂത്ത് നിറഞ്ഞ് കായകളായി വരികയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ.